ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമുക്ക് സിമ്പിളായിട്ട് രാവിലെയും രാത്രിയും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല, ഒരു കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ദോശയുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 4 ദോശയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ദോശയുടെ അളവനുസരിച്ചിട്ട് ഇതൊക്കെ കൂട്ടി ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ കട്ടയൊന്നുമില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമുക്കൊരു കുഞ്ഞ് മസാല ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കൂടുതൽ വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നതിന് മാത്രം വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളെ കുഞ്ഞി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മാവിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മാവ് മിക്സ് ചെയ്ത സമയത്ത് ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പം മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചേർക്കാതിരുന്നതാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണിൽ ദോശ മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് പരത്തി കൊടുക്കാൻ നിൽക്കരുത്, അത് പെട്ടെന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ ഓൾസെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മെല്ലിനെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് ആറി വരുന്ന സമയത്ത് നമുക്കിതുപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ ദോശ ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടൊരു 10 സെക്കൻഡ് വെച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്കിനും അത് നന്നായിട്ട് കുക്കായി കിട്ടും. അതിന് കളറൊക്കെ നന്നായിട്ട് ഇതുപോലെ മാറി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ ഒരു കറികളും ആവശ്യമേ ഇല്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. രാവിലെ നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റെവിടെ പിന്നെ കാണാം. ബൈ, താങ്ക് യു.